കൊല്ലം വെള്ളിനെല്ലൂർ മുളയാച്ചിറയിലെ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധിച്ച നാട്ടുകാർ. എതിർപ്പ് ശക്തമായതോടെ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. വിശദമായ പരിശോധനകൾക്ക് ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. പുലർച്ചെ അറവ് മാലിന്യവുമായി എത്തിയ ലോറികൾ തടഞ്ഞായിരുന്നു മുളയറച്ചാൽ നിവാസികളുടെ പ്രതിഷേധം. 2 വർഷം മുൻപാണ് സ്ലൈസ് അപ്പ് ഓർഗാനിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത്. പൊടിശല്യവും ദുർഗന്ധവും രൂക്ഷമായതോടെ പരാതികൾ ഉയർന്നു. താത്കാലികമായി അടച്ച പ്ലാന്റ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. ലോറികൾ പ്ലാന്റിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ ശക്തമായ നിലപാടെടുത്തു. ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ ദിവസം 3, 5, 6 ലോഡ് മാലിന്യ വണ്ടി പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ സഹിക്കാൻ വയ്യാത്ത സ്മെല്ല് കാരണമാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു കമ്മിറ്റി കൂടിയിട്ട്, ജനകീയ കമ്മിറ്റി കൂടിയതിന് ശേഷം അവർക്കൊരു പ്രതിഷേധം നടത്താതെ വിചാരിച്ചു. ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പുനലൂർ RDO പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് പ്ലാന്റ് താത്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട കളക്ടർ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞത് ഇത് അടച്ചുപൂട്ടും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. ശുചിത്വ മിഷന്റെ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ ദുർഗന്ധത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവർ നേരിട്ട് മനസ്സിലാക്കിയതാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ, അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥ, അതോടൊപ്പം തന്നെ RDO അവർ ഏതാണ്ട് 9-9:30 മണി മുതൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് നേരിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അടച്ചുപൂട്ടും ഒരിക്കലും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള സംവിധാനത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ജില്ലാ ഭരണകൂടം പ്രത്യേക സമിതിയെ വെച്ച് പ്ലാന്റിനുള്ളിൽ വിശദമായ പരിശോധന നടത്തും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പ്ലാന്റിന്റെ തുടർ പ്രവർത്തനങ്ങൾ. അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന നിലപാടിലാണ് ജനകീയ സമരസമിതി. മീഡിയ 1 കൊല്ലം.